Hi friends, welcome to KPS Bio Tutorials. Today I would like to talk about chromosomal mutations. In the last class we have been discussing about the gene mutations. Gene mutation എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചത്. And the entire mutation can be divided and broadly classified into two types: the gene mutation and chromosomal mutations. Gene mutations are mutations happening specifically on particular genes, whereas the chromosomal mutations, they are taking place in the entire chromosome. It may be change in the structure of the chromosome or maybe change in the number of the chromosome. So chromosomal mutations are again classified into two categories: the numerical changes on chromosome is also called ploidy changes, and the structural aberrations on the chromosome. And today we would like to talk about the structural changes in the chromosomes. Chromosomal mutation കുറിച്ചാണ് നമ്മൾ പറയുന്നത്. Chromosomal mutations are abnormal structural and numerical changes of chromosome. ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രോമസോമൽ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ക്രോമസോമിന്റെ സ്ട്രക്ചറിലുള്ള മ്യൂട്ടേഷൻ, അതായത് സ്ട്രക്ചറിലുള്ള ചേഞ്ച്, നോർമൽ ചേഞ്ചിൽ നിന്നും അതിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും അബ്നോർമൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ അതിനെ ക്രോമസോമൽ സ്ട്രക്ചറൽ അബറേഷൻ എന്ന് പറയും. എന്നാൽ ക്രോമസോമിന്റെ നമ്പറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് നോർമൽ നമ്പറിൽ നിന്നും ഒരു നമ്പർ കൂടുക കുറയുക ഒക്കെ ചെയ്യുന്ന ന്യൂമറിക്കൽ ചേഞ്ചസ് നമ്മൾ പ്ലോയിഡി ചേഞ്ചസ് എന്ന് പറയും. ഇതാണ് ക്രോമസോമൽ മ്യൂട്ടേഷനെ ബ്രോഡായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. Let us examine the structural changes. What are the structural changes or structural aberrations taking place in the chromosomes? Structural change എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവാം? It may be a gain or loss. It may be gain, loss or relocation of chromosome. ഇങ്ങനെ മൂന്ന് തരത്തിൽപ്പെട്ട ചേഞ്ചസ് ഉണ്ടാവും. ഒന്നുകിൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രോമസോമൽ സെഗ്മെന്റ് ആ ക്രോമസോമിലേക്ക് ആഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതിനാണ് ഗെയിൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്ട്രാ ക്രോമസോമൽ സെഗ്മെന്റ് ഒരു നോർമൽ ക്രോമസോമിലേക്ക് ഫിറ്റ് ചെയ്യുന്നതിനാണ് ക്രോമസോമൽ ഗെയിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ലോസ്, ഒരു ക്രോമസോമൽ സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോകുന്നതിനാണ് ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ റീലൊക്കേഷൻ, ഒരു ക്രോമസോമിന്റെ നോർമൽ പൊസിഷനിൽ നിന്നും ഒരു സെഗ്മെന്റ് ഒരു നോർമൽ പൊസിഷനിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. ഈ രൂപത്തിലേക്ക് ക്രോമസോമിൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടാവുന്ന ക്രോമസോമൽ ചേഞ്ചസ്, ഇറ്റ് മേ ബി ഇൻട്രാ ക്രോമസോമൽ അബറേഷൻസ് ഓർ ഹോമോസോമൽ അബറേഷൻസ്, അതല്ലെങ്കിൽ ഇന്റർ ക്രോമസോമൽ അബറേഷൻസ്. ഇങ്ങനെയൊക്കെ ക്രോമസോമൽ അബറേഷൻസ് സംഭവിക്കാം. ഇൻട്രാ ക്രോമസോമൽ അബറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിനകത്ത് തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ്, അതായത് ആ ചേഞ്ച് ആ ഒരു ക്രോമസോമിൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഒരു ക്രോമസോമിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു സെഗ്മെന്റ് എടുത്ത് അതേ ക്രോമസോമിന്റെ മറ്റൊരു ഭാഗത്ത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ക്രോമസോം മാത്രം ഇൻവോൾവ് ആകുന്ന ചേഞ്ചസിന്, അബറേഷൻസിന് ഹോമോസോമൽ അബറേഷൻസ് എന്ന് പറയും. എന്നാൽ രണ്ട് ക്രോമസോംസ് ഇൻവോൾവ് ചെയ്യുന്നു, ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെന്റ് എടുത്ത് മറ്റൊരു ക്രോമസോമിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ആണെങ്കിൽ അതിന് ഇന്റർ ക്രോമസോമൽ അബറേഷൻ. ഹിയർ ദി അബറേഷൻ ഈസ് ഇൻവോൾവിംഗ് മോർ ദാൻ വൺ ക്രോമസോം. That is why it is called interchromosomal. The change happened between chromosomes. Thereby it is called interchromosomal aberrations. These interchromosomal aberrations are of two kinds. There may be allosomal aberrations or heterosomal aberrations. Interchromosomal aberrations തന്നെ രണ്ട് തരത്തിലുണ്ട്. അലീലോസോമൽ അബറേഷൻസും ഹെറ്ററോസോമൽ അബറേഷൻസും. എന്തായിരിക്കും അലീലോസോമൽ അബറേഷൻസ് എന്ന് പറഞ്ഞാൽ? എനിബഡി? അലീലോസോമൽ അബറേഷൻ, ഇവിടെ അലീൽ എന്നൊരു ടേം ഉണ്ട്. യെസ്, ഹിയർ ഇന്റർ ക്രോമസോമൽ അബറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു
എന്താണ്, ഒന്നിലധികം ക്രോമസോം ഇൻവോൾവ് ചെയ്യുന്നു. അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ക്രോമസോംസ് ഹോമലോഗസ് ക്രോമസോംസ് ആണെങ്കിൽ അതിനെ അലീലോസോമൽ അബറേഷൻസ് എന്ന് പറയും. അതായത് ഇവിടെ ഈ സെഗ്മെന്റിന്റെ ക്രോമസോമൽ സെഗ്മെന്റിന്റെ എക്സ്ചേഞ്ച് ഒക്കെ നടക്കുന്നത് രണ്ട് ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണെങ്കിൽ, ഹോമലോഗസ് ക്രോമസോംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ഈ ചേഞ്ചസ് നടക്കുന്നതെങ്കിൽ അതിനെ അലീലോസോമൽ അബറേഷൻ എന്ന് പറയും. കാരണം അവിടെ അലീൽസ് തമ്മിലായി, അവിടെ ചേഞ്ച് ഉണ്ടാകുന്നത് എവിടെ ആയിരിക്കും? അലീൽസിലായിരിക്കും. ഒരു ജീനിന്റെ തന്നെ ഓൾട്ടർനേറ്റ് കോപ്പിയാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിനെ അലീലോസോമൽ അബറേഷൻ എന്ന് പറയും. എന്നാൽ നോൺ ഹോമലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ഈ സ്ട്രക്ചറൽ ചേഞ്ചസ് ഒക്കെ നടക്കുന്നതെങ്കിൽ അതിനെ ഹെറ്ററോസോമൽ അബറേഷൻസ് എന്നും പറയും. ഇനി ദ ക്രോമസോമൽ അബറേഷൻസ് ആർ ഓഫ് 4 ബേസിക് ടൈപ്സ്. ഈ ടോട്ടൽ ക്രോമസോമൽ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറൽ അബറേഷന് നമുക്ക് 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4 രൂപത്തിലാണ് ഈ ക്രോമസോമൽ അബറേഷൻസ് സംഭവിക്കുന്നത്. അതിലൊന്ന്, it may be deficiency or deletion. Deficiency or deletion. As the name indicates, it is the deletion of a segment from a chromosome. ക്രോമസോമിൽ നിന്ന് ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോകുന്നു. നമ്മൾ ജീൻ മ്യൂട്ടേഷനിൽ പഠിച്ചാണ്, ജീൻ ഡിലീഷൻ പറഞ്ഞതാണ്. അഡീഷൻ ഡിലീഷൻ ഒക്കെ ജീനിലും നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതുപോലെ ക്രോമസോമിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ ജീൻ മാത്രമല്ല, ഒരു ക്രോമസോമിന്റെ ഒരു സെഗ്മെന്റ് തന്നെ ഡിലീറ്റ് ആയി പോകുന്നു. അപ്പോൾ ഒരു ക്രോമസോമിന്റെ ഒരു സെഗ്മെന്റിൽ ചിലപ്പോൾ ഒന്നിലധികം ജീൻസ് ഉണ്ടാവാം. അപ്പോൾ ഇവിടെ ക്രോമസോമിന്റെ ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ആവുന്ന പ്രോസസ്സിനെ ഡിലീഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂപ്ലിക്കേഷൻ. ഡ്യൂപ്ലിക്കേഷൻ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും എന്താണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ റീജിയൻ ഓഫ് ക്രോമസോം ഓർ എ സെഗ്മെന്റ് ഓഫ് ക്രോമസോം ഈസ് ഗെറ്റിംഗ് ഡ്യൂപ്ലിക്കേറ്റഡ്. മറ്റൊന്ന് ഇൻവേർഷൻ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയും. ഇൻവേർഷൻ, as the name indicate, here the inversion of a particular region of the chromosome or chromosome segment is happening. അതായത് അതിന്റെ ഡയറക്ഷൻ, ഒരു ക്രോമസോമിലെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിന്റെ ഡയറക്ഷൻ നേരെ ഇൻവേർട്ട് ചെയ്യുന്നു. അത് ഇപ്പൊ എ ബി എന്നാണെങ്കിൽ അത് ബി എ എന്നായിട്ട് ആ സെഗ്മെന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രോമസോമിന്റെ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ നിന്നും ഒരു ക്രോമസോമൽ സെഗ്മെന്റിനെ മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നു, അങ്ങോട്ട് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ഇതിനാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് us examine each kind of aberration in detail. First one, the deletion or deficiency. I already told you what is deletion or deficiency. It is a loss of chromosome segment together with the genes contained in it. ക്രോമസോമിന്റെ ഒരു സെഗ്മെന്റ് ലോസ് ആവുന്ന കണ്ടീഷനാണ് ഡിലീഷൻ ഓർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രോമസോമിന്റെ സെഗ്മെന്റ് ഡിലീറ്റ് ആകുമ്പോൾ അവിടെയുള്ള ആ റീജിയനിലുള്ള ജീൻസും ഡിലീറ്റ് ആവുന്നു. ഈ ഡിലീഷൻ തന്നെ പല രീതിയിൽ നടക്കാം. ഒന്നുകിൽ ഇറ്റ്സ് മേ ബി എ ടെർമിനൽ ഡിലീഷൻ, അതായത് ക്രോമസോമിന്റെ ഒരു എൻഡിൽ നിന്ന് അതിന്റെ ടെർമിനൽ പാർട്ട് ഡിലീറ്റ് ആയി പോകാം. അതിനാണ് ടെർമിനൽ ഡിലീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും. ഇവിടെ എ ബി എന്ന് പറയുന്ന അത് ഒരു ക്രോമസോമിന്റെ ടെർമിനൽ പാർട്ട്, അവിടെ ബ്രേക്ക് വന്ന് ഒരു സിംഗിൾ ബ്രേക്ക് വന്ന് ആ എ ബി എന്ന് പറയുന്ന ടെർമിനൽ റീജിയൻ ഡിലീറ്റ് ആയി പോകുന്നു. ബാക്കി ക്രോമസോമിൽ സി ഡി മുതലുള്ള റീജിയൻ ആണ് പിന്നീട് റിമൈൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഡിലീഷനെ ടെർമിനൽ ഡിലീഷൻ എന്ന് പറയും. ഇനി ഡിലീഷൻ വിത്ത് ഡബിൾ ബ്രേക്ക്, 2 ബ്രേക്ക് വന്നിട്ട് ക്രോമസോമിന്റെ ഇന്റർവീനിങ് പൊസിഷനിൽ നിന്ന് ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ആവുന്നതിന് ഇന്റർകാലറി ഡിലീഷൻ എന്ന് പറയും. ഇന്റർകാലറി ഡിലീഷൻ ഇവിടെ ടെർമിനൽ പാർട്ടിൽ നിന്നല്ല, ടെർമിനൽ പാർട്ടിലാകുമ്പോൾ ഒരു സിംഗിൾ ബ്രേക്ക് കൊണ്ട് തന്നെ ഒരു സെഗ്മെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്റർകാലറി ഡിവിഷനിൽ 2 ബ്രേക്ക് സംഭവിക്കുന്നു. അതായത് ഒന്ന് എയുടെയും ബിയുടെയും ഇടയിൽ ഒരു ബ്രേക്കും സിയുടെയും ഡിയുടെയും ഇടയിലും ഒരു ബ്രേക്ക് നടന്നിട്ട് ബി സി എന്ന് പറയുന്ന ഈ സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോകുന്നു. എന്നിട്ട് എയും ഡിയും ജോയിൻ ചെയ്ത് അങ്ങനെ ഈ ക്രോമസോമിൽ നിന്ന് ബി സി എന്ന് പറയുന്ന സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോകുന്ന കണ്ടീഷൻ. ഇതിനാണ് ഇന്റർകാലറി സെഗ്മെന്റ്.
ഇന്റർ കാലറി ഡിലീഷൻ എന്ന് പറയുന്നത്. അതായത് ക്രോമസോമിന്റെ ഇടയിൽ നിന്ന് 2 ഡബിൾ ബ്രേക്കിലൂടെ ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റർ കാലറി ഡിലീഷൻ എന്നും പറയും. അപ്പൊ ഇങ്ങനെ 2 തരത്തിൽ ഡിലീഷൻ സംഭവിക്കാം. ഈ ഡിലീഷൻ തന്നെ ഹോമോസൈഗസ് ആയിട്ടോ ഹെട്രോസൈഗസ് ആയിട്ടോ സംഭവിക്കാം. ഹോമോസൈഗസ് ഡിലീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിലുള്ള 2 ക്രോമസോമിലും ഒരേപോലെ ഡിവിഷൻ സംഭവിക്കുക. ഇപ്പൊ എ ബി എന്ന് ഒരു ക്രോമസോമിൽ നിന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ ഹോമോലോഗസ് പെയറിലുള്ള മറ്റേ മെമ്പറിലും എന്ത് ചെയ്യുന്നു, എ ബി എന്ന ഭാഗം ഡിലീറ്റ് ആവുന്നു. ഇപ്പൊ 2 ക്രോമസോമിലും ഒരുപോലെ ഡിലീഷൻ സംഭവിക്കുകയാണെങ്കിൽ, ഒരു ഹോമോലോഗസ് പെയറിലുള്ള 2 ക്രോമസോമിലും ഒരുപോലെ ഡിലീഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഹോമോലോഗസ് ഡിലീഷൻ എന്ന് പറയും. ഇനി ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസിൽ ഒരു മെമ്പറിൽ മാത്രം ഡിലീഷൻ നടന്നു, മറ്റേ മെമ്പറിൽ ഡിലീഷൻ നടക്കാത്ത കണ്ടീഷനാണ് ഹെറ്ററോസൈഗസ് ഡിലീഷൻ എന്ന് പറയാം. ഒരു ഹെറ്ററോസൈഗസ് ഡിലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ക്രോമസോമിൽ അതിന്റെ ഏതെങ്കിലും ഒരു സെഗ്മെന്റ് ഡിലീറ്റ് ആവുന്നു, മറ്റേ ക്രോമസോമിൽ ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഹോമോലോഗസ് പെയറിംഗ് നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഇവിടെ ഈ കേസ് ഒന്ന് നോക്കുക. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കേസിലും ഇവിടെ എ ബി സി ഡി ഇ എഫ് ജി എന്ന സെഗ്മെന്റ്സ് ഉള്ള ക്രോമസോമാണ്. അതിന്റെ ഒരു മെമ്പറിൽ ആ പെയറിൽ ഒരെണ്ണത്തിൽ സി ഡി ഇ എന്നുള്ള ഭാഗം ഡിലീറ്റ് ആയിപ്പോയി. ഇവിടുന്ന് സി ഡി ഇ ഡിലീറ്റ് ആയി. അപ്പോൾ ഹോമോലോഗസ് പെയറിംഗ് നടക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് മെമ്പറിൽ സി ഡി ഇ എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ സി ഡി ഇ എന്ന സെഗ്മെന്റിന് അതിന്റെ ഈ ഡിലീഷൻ സംഭവിച്ച ക്രോമസോമുമായിട്ട് ആ റീജിയനിൽ പെയർ ചെയ്യാൻ അവിടെ ക്രോമസോം ഉണ്ടാവില്ല. അവിടെ ആ ഭാഗത്ത് സി ഡി ഇ ഡിലീറ്റ് ചെയ്തുകൊണ്ട് ആ ഭാഗത്ത് അതിന്റെ ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിൽ ഒരു മെമ്പറിൽ സി ഡി ഇ ഉണ്ടാവും, എന്നാൽ മറ്റേ മെമ്പറിൽ സി ഡി ഇ ഇല്ല. അപ്പോൾ അവിടെ പെയറിംഗ് നടക്കില്ല. പെയറിംഗ് നടക്കാത്തതുകൊണ്ട് ആ ഭാഗം ഇങ്ങനെ ലൂപ്പായിട്ട് കിടക്കും. കാരണം എ ബി എഫ് ജി ഈ സെഗ്മെന്റ്സിലെല്ലാം ഹോമോലോഗസ് പെയറിംഗ് നടക്കും, എന്നാൽ ഇവിടെ ഡിലീറ്റ് ആയി പോയ സി ഡി ഇ ഭാഗത്ത് പെയറിംഗ് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഡിലീഷൻ സംഭവിക്കാത്ത ഹോമോലോഗസ് ക്രോമസോമിൽ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നു. ഇതാണ് ഹെറ്ററോസൈഗസ് ഡിലീഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി വാട്ട് വിൽ ബി ദ ജനറ്റിക് ഇഫക്റ്റ് ഓഫ് ഡിലീഷൻ? ഒരു ഡിലീഷൻ കൊണ്ടുണ്ടാകുന്ന ജനറ്റിക് ഇഫക്റ്റ് എന്തൊക്കെ ആയിരിക്കും? എനിബഡി ക്യാൻ സേ വാട്ട് വിൽ ബി ദ ഇഫക്റ്റ് ഓഫ് ഡിലീഷൻ? Genes loss. Yes, it has very deleterious effect on organism. The deletion of chromosome has deleterious effect on organisms because there will be loss of genes, and the intensity of its effect is depends upon the number and quality of the lost gene. വളരെ പ്രധാനപ്പെട്ട ജീനുകളൊക്കെയാണ്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം ജീനൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് പറഞ്ഞാൽ ഹൈലി ഡെലിറ്റീരിയസ് ആയിരിക്കും. ഇനി മറ്റൊരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹെറ്ററോസൈഗസ് ഡിലീഷൻ ആണ് സംഭവിച്ചതെങ്കിൽ, നമുക്കറിയാം പല ജീൻസും ചിലപ്പോൾ ഹെറ്ററോസൈഗസ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാകുക. അതായത് ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിൽ ഒരു അലീൽ ഡോമിനന്റും മറ്റേ അലീൽ റെസസീവ് ആയിരിക്കും. ഈ ഡോമിനന്റ് അലീൽ ഉള്ളത് കൊണ്ടായിരിക്കും ആ ഓർഗാനിസം നോർമൽ ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ഡോമിനന്റ് ക്യാരക്ടർ ആയിരിക്കും അതിന്റെ നോർമൽ ക്യാരക്ടർ. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഈ നോർമൽ ജീൻ അല്ലെങ്കിൽ ഡോമിനന്റ് ജീൻ ക്യാരി ചെയ്യുന്ന ക്രോമസോം സെഗ്മെന്റ് ഡിലീറ്റ് ആയിപ്പോയി ഒരു ഹെറ്ററോസൈഗസ് ഡിലീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും? പിന്നെ അവിടെ ഒരു റെസസീവ് ജീൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റെസസീവ് ജീൻ പിന്നെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കണ്ടീഷനാണ് സ്യൂഡോ ഡോമിനൻസ് എന്ന് പറയാം. സ്യൂഡോ ഡോമിനൻസ്. അപ്പോൾ ആൾറെഡി ഉള്ള ഡോമിനന്റ് ജീൻ ഡിലീറ്റ് ആയി പോകുന്നു. അങ്ങനെ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ റെസസീവ് ജീൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ റെസസീവ് ജീൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് കോൾഡ് സ്യൂഡോ dominance. That is the expression of recessive allele due to the deletion of the dominant allele. Expression of recessive alleles due to deletion of the dominant allele is said to be
സ്യൂഡോ ഡോമിനൻസ്. അപ്പോൾ ഈ സ്യൂഡോ ഡോമിനൻസ് ഈ ഹെട്രോസൈഗസ് ഡിലീഷന്റെ ഒരു ഇഫക്റ്റാണ്. ഇതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഗ്രാനുലോസൈറ്റിക് ലുക്കീമിയ ഈസ് ഡ്യൂ ടു എ ഡിലീഷൻ ഇൻ ദി ലോങ് ആം ഓഫ് ക്രോമസോം 21. ക്രോമസോം 21 അതിൻ്റെ ലോങ് ആമിലുള്ള ഒരു ഡിലീഷൻ കാരണമാണ് ഗ്രാനുലോസൈറ്റിക് ലുക്കീമിയ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ ഉണ്ടാകുന്നത്. അതുപോലെ ക്രൈഡു ചാറ്റ് സിൻഡ്രോം, കാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറയുന്ന ക്രൈഡു ചാറ്റ് സിൻഡ്രോം, it is caused by the heterozygous deletion in the short arm of chromosome number 5. ക്രോമസോം നമ്പർ 5 ഷോർട്ട് ആമിലുള്ള ഡിലീഷൻ കാരണമാണ് ക്രൈഡു ചാറ്റ് സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം ഉണ്ടാകുന്നത്. ഈ സിൻഡ്രോം ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ചിൽഡ്രൻസ് ആർ മെന്റലി റിട്ടാർഡഡ് ആൻഡ് ദ വിൽ ക്രൈ ജസ്റ്റ് ലൈക്ക് എ ക്യാറ്റ്. ഒരു ക്യാറ്റ് ക്രൈ ചെയ്യുന്ന പോലെ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടാകും. ഈ കണ്ടീഷനാണ് ക്രൈഡു ചാറ്റ് സിൻഡ്രോം അല്ലെങ്കിൽ കാറ്റ് ക്രൈ സിൻഡ്രോം എന്ന് പറയും. ഇതെല്ലാം ഡിലീഷന്റെ ഒരു ഡെലിറ്റീരിയസ് ഇഫക്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സാണ്. ഇനി സെക്കൻഡ് കൈൻഡ് ഓഫ് ക്രോമസോമൽ അബ്രേഷൻ ഈസ് സെഡ് ടു ബി ദ ഡ്യൂപ്ലിക്കേഷൻ. അതാണ് ക്രോമസോം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്രോമസോം സെഗ്മെന്റ് ഡബിൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതിനാണ് ഡ്യൂപ്ലിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു സെഗ്മെന്റിനെ നമ്മൾ റിപ്പീറ്റ് എന്ന് പറയും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഒന്നിലധികം കോപ്പി ഓഫ് ജീൻസ് വരും അല്ലേ? സാധാരണ ഉള്ളതിനേക്കാൾ അതിൻ്റെ ഇരട്ടി ജീൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ജീനിന്റെ തന്നെ എക്സ്ട്രാ കോപ്പി ഉണ്ടാവും. അങ്ങനെയുള്ള എക്സ്ട്രാ കോപ്പിയാണ് നമ്മൾ റിപ്പീറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂപ്ലിക്കേഷൻ തന്നെ പല രൂപത്തിൽ സംഭവിക്കാം. വൺ ഈസ് കോൾഡ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. Then other one reverse tandem duplication. Tandem duplication എന്ന് പറഞ്ഞാൽ the extra segment and the parent segment are next to each other and both of them have same polarity or order of genes. That kind of duplication is said to be tandem duplication. അതായത് ഇവിടെ എ ബി, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, എ ബി എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ്. എയും ബിയും ആണ് റിപ്പീറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് അവിടെ തന്നെ ഇൻസേർട്ടും ചെയ്തു, സെയിം ഡയറക്ഷനിൽ തന്നെ. എ ബി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അതിന്റെ തൊട്ടടുത്ത് തന്നെ അഡ്ജസ്റ്റന്റ് ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ റിപ്പീറ്റ് ചെയ്ത സെഗ്മെന്റ് ഇൻസേർട്ടും ചെയ്യുന്നു ഇൻ ദ സെയിം ഡയറക്ഷൻ. എ ബി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എ ബി എന്നുള്ള ഡയറക്ഷനിൽ തന്നെ ഇൻസേർട്ടും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനാണ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, ഇവിടെ എ ബി എന്ന് പറയുന്ന സെഗ്മെന്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ബി എ എന്ന ഡയറക്ഷനിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് അഡ്ജസന്റ് ടു ദ ഒറിജിനൽ ജീൻ സെഗ്മെന്റ്. എവിടുന്നാണോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തത് ആ സെഗ്മെന്റിന് അഡ്ജസന്റ് ആയിക്കൊണ്ട് തന്നെയാണ് ഇവിടെ അത് ഇൻസേർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ബി എന്ന് പറയുന്ന ഡയറക്ഷനിലാണ് ഇതിനെ ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻ റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ ഇങ്ങനെ റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? ഇവിടെ അതിന്റെ ലിങ്കേജിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ? നോർമലി അത് എ ബി സി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ബിയും സിയും തമ്മിലാണ് ഇവിടെ യഥാർത്ഥത്തിൽ ലിങ്കേജ് ഉള്ളത്. എന്നാൽ ഇവിടെ റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ കാരണം എയും സിയും അടുത്തടുത്ത് വരുന്നു. അപ്പോൾ ഇവിടെ ലിങ്കേജ് ബ്രേക്ക് ചെയ്തു, ബിയും സിയും തമ്മിലുള്ള ലിങ്കേജ് ബ്രേക്ക് ചെയ്തു, എയും സിയും തമ്മിൽ ഒരു ലിങ്കേജ് ഫോം ചെയ്യും. അപ്പോൾ പുതിയൊരു ലിങ്കേജ് ഗ്രൂപ്പ് ഫോം ചെയ്യും. ഇതാണ് റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അനദർ കൈൻഡ് ഓഫ് ഡ്യൂപ്ലിക്കേഷൻ ഈസ് സെഡ് ടു ബി ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ. ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, ഹിയർ എന്താണ് സംഭവിക്കുന്നത്? ഇതൊക്കെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ, അതായത് എ ബി എന്ന സെഗ്മെന്റ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന് അവിടുന്ന് കോപ്പി എടുത്ത് അത് മറ്റൊരു പൊസിഷനിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അതായത് ഒറിജിനൽ പൊസിഷനിൽ നിന്ന് മാറി
മറ്റൊരു പൊസിഷനിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുന്നു, അത് അവിടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനാണ് അങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷനാണ് ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ തന്നെ സെയിം ക്രോമസോമിൽ സംഭവിക്കാം, അതല്ലെങ്കിൽ ഡിഫറെന്റ് ക്രോമസോമിൽ സംഭവിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് എ ബി എന്നൊരു സെഗ്മെന്റ് കോപ്പി എടുത്തിട്ട് മറ്റൊരു ഹോമലോഗസ് അല്ലെങ്കിൽ നോൺ ഹോമലോഗസ് ക്രോമസോമിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഇൻ എ ഡിഫറെന്റ് ക്രോമസോം ആയിരിക്കും. ഇങ്ങനെ പല രൂപത്തിലായിട്ട് ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കാം. ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, റിവേഴ്സ് ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ, ഡിസ്പ്ലേസ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓൺ സെയിം ക്രോമസോം ഓർ ഓൺ ഡിഫറെന്റ് ക്രോമസോം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഹോമോസൈഗസ് ഡ്യൂപ്ലിക്കേഷനും ഉണ്ട്, ഹെട്രോസൈഗസ് ഡ്യൂപ്ലിക്കേഷനും ഉണ്ട്. ഹോമോസൈഗസ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേഷൻ ഹാപ്പൻസ് ഇൻ ബോത്ത് ദി മെമ്പേഴ്സ് ഓഫ് ദി ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോംസ്. രണ്ട് മെമ്പറിൽ ഒരു ഹോമോലോഗസ് പെയറിലെ രണ്ട് മെമ്പറിലും ഒരേപോലെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ ഹോമോസൈഗസ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. ഇനി ഒരു ഹോമോലോഗസ് പെയറിലുള്ള ഒരു മെമ്പറിൽ മാത്രം ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് മെമ്പറിൽ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ ഹെട്രോസൈഗസ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഹോമോസൈഗസ് ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ 1 2 3 4 5, ഇവിടെ ഒരു ഹെട്രോസൈഗസ് ഡ്യൂപ്ലിക്കേഷനിൽ ഇവിടെ 3 4 എന്ന് പറയുന്ന സെഗ്മെന്റ്സ് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, 3 and 4. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഹോമോലോഗസ് പെയറിൽ, ഹോമോലോഗസ് മെമ്പറിൽ ഈ 3 4 ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ ഡ്യൂറിങ് ഹോമോലോഗസ് പെയറിംഗ് ഓഫ് ക്രോമസോംസ് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ക്രോമസോമിൽ 3 സെഗ്മെന്റ്സിന്റെ ഒരു അഡീഷണൽ കോപ്പി കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഹോമോലോഗസ് പെയറിംഗ് നടക്കുമ്പോൾ ഈ അഡീഷണൽ കോപ്പിക്ക് പെയർ ചെയ്യാൻ ഇവിടെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ക്രോമസോമിൽ അവിടെ സെഗ്മെന്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒരു ലൂപ്പ് ഫോം ചെയ്യും. ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ച ക്രോമസോമിൽ ലൂപ്പ് ഫോം ചെയ്യും. നേരത്തെ നമ്മൾ ഡിലീഷൻ സംഭവിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഹെട്രോസൈഗസ് ഡിലീഷൻ നടക്കുമ്പോൾ ഡിലീഷൻ നടക്കാത്ത ക്രോമസോമിലായിരിക്കും ലൂപ്പ് ഫോം ചെയ്യുക. എന്നാൽ ഇവിടെ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ച ക്രോമസോമിലായിരിക്കും ലൂപ്പ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ടാൻഡം ഡ്യൂപ്ലിക്കേഷൻ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ബാർ ഐ ഓഫ് ഡ്രോസോഫില്ല. ഡ്രോസോഫില്ലാന്റെ ഐയുടെ നോർമൽ ഷേപ്പ് എന്ന് പറയുന്നത് ഓവൽ ഷേപ്പാണ്. എന്നാൽ അതിൻ്റെ എക്സ് ക്രോമസോമിൽ 16A എന്ന് പറയുന്ന ഒരു ലോക്കസിൽ ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചാൽ ഈ നോർമൽ ഓവൽ ഷേപ്പ് ഓഫ് ഐ വിൽ ബി ചേഞ്ച്ഡ്, ഇറ്റ് വിൽ ബി മ്യൂട്ടേറ്റഡ് ഇൻ ടു ബാർ ഐ. ബാർ ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവൽ ഐ ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോർമൽ ഐ അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ്. When duplication happens in the 16A locus of X chromosome, thereby the normal eye will be mutated or its structure will be changed into a bar shape, very constricted bar shaped eye ആയിട്ട് മാറും. ഇത് 16A ലോക്കസിൽ എക്സ് ക്രോമസോമിൽ, ഡ്രോസോഫില്ലയുടെ എക്സ് ക്രോമസോമിൽ 16A ലോക്കസിലുള്ള ഡ്യൂപ്ലിക്കേഷൻ കാരണം സംഭവിക്കുന്നതാണ്. What will be the effect of duplication, genetic effect of duplication? It will be less deleterious when compared with the deletion mutation. Deletion ഉണ്ടാവുന്ന അത്ര deleterious അല്ലെങ്കിൽ അത്ര problematic ആവില്ല ഡ്യൂപ്ലിക്കേഷൻ. കാരണം ഡിലീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറെ, ഇറ്റ് ഈസ് എ ലോസ് ഓഫ് ജീൻസ്. നമ്പർ ഓഫ് ജീൻസ് വിൽ ബി ലോസ്റ്റ് ഡ്യൂ ടു ഡിലീഷൻ. whereas
During duplication, extra copy is formed. So we can, from our common sense, we can understand that it will be less deleterious when compared with deletion. But it has some important effects. In most cases, the extra genes produced by duplication will not be essential for normal development and reproduction. ഇങ്ങനെ എക്സ്ട്രാ ഉണ്ടാകുന്ന ജീൻസിന് നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗാനിസത്തിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിലും റീപ്രൊഡക്ഷനിലും ഒന്നും കാര്യമായ ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ കോപ്പി ആയിട്ട് വെറുതെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് അക്യുമുലേഷൻ ഓഫ് മ്യൂട്ടേഷൻസ് ഓൺ ദാറ്റ് ജീൻസ്. അങ്ങനെ വെറുതെ നിൽക്കുന്ന ജീൻസിൽ ചിലപ്പോൾ മ്യൂട്ടേഷൻ സംഭവിക്കാം. അങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടായാൽ അത് ഡെലിറ്റീരിയസ് ആവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒരു മ്യൂട്ടേഷൻ ഉണ്ടായാൽ അത് ഒരു ഡെലിറ്റീരിയസ് മ്യൂട്ടേഷൻ ആണെങ്കിൽ പോലും അതിന് എക്സ്ട്രാ കോപ്പി, നോർമൽ എക്സ്ട്രാ കോപ്പി ഉള്ളത് കൊണ്ട് ആ മ്യൂട്ടേഷൻ ഒരിക്കലും ആ ഓർഗാനിസത്തിൻ്റെ വയബിലിറ്റിയെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ സച്ച് മ്യൂട്ടേഷൻസ് വിൽ ബി അക്യുമുലേറ്റഡ് ഓൺ ദി പോപ്പുലേഷൻസ് ഓഫ് ദീസ് ഓർഗാനിസംസ്. ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തു വരും. ആൻഡ് സംടൈംസ് ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻസ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ഒരു ഉപകാരമുള്ള മ്യൂട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഇത് അൾട്ടിമേറ്റ്ലി ഇറ്റ് ലീഡ്സ് ടു ദി ഇവല്യൂഷൻ ഓഫ് ജീൻസ്. പുതിയ എവല്യൂഷനിലൂടെ പുതിയ ജീൻസ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. കാരണം ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന ജീൻസ് അത് ഒരു ബെനിഫിഷ്യൽ മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നു, അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ആ ജീൻസ് പിന്നെ ബൈ ദ ടൈം ഇറ്റ് may be expressed in the population and some beneficial phenotypes will be developed in that population by time. അങ്ങനെ ഒരുപാട് ജനറേഷൻസ് ഇങ്ങനെ ഈ മ്യൂട്ടേഷൻസ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു പുതിയ ജീനായിട്ട് ഈ ഡ്യൂപ്ലിക്കേറ്റഡ് ജീന് മാറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇറ്റ് മേ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു സ്പീഷിയേഷൻ ആൻഡ് ഇവല്യൂഷൻ. ഇങ്ങനെ ഒരുപാട് ജീൻസ് അക്യുമുലേറ്റ് ചെയ്ത് ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേഷൻസ് സ്പീഷിയേഷനും എവല്യൂഷനും ഒരു പോസിബിലിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Then the third type of chromosomal aberration is inversion. Inversion. As the name indicates, inversion, it is the change the direction of a chromosomal segment. ഒരു ക്രോമസോമൽ സെഗ്മെന്റിന്റെ ഡയറക്ഷൻ ഇപ്പൊ എ ബി എന്നതിന് തിരിച്ച് ബി എ എന്നാക്കിയിട്ട് മാറ്റും. എ ബി ഡയറക്ഷനിലുള്ള ഒരു ക്രോമസോമൽ സെഗ്മെന്റിന് ബി എ ഡയറക്ഷനിലേക്ക് ചേഞ്ച് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ ബ്രേക്കേജ് ആൻഡ് റീയൂണിയൻ. So this is happening by breakage and reunion hypothesis. This phenomenon is explained by breakage reunion hypothesis. That means there will be a double break on the segment of the chromosome. Then it is rotated. That segment will be rotated. It change in the direction and gets inserted on the same locus. ഇവിടെ 2 break points ഉണ്ടാകുന്നു. That is called inversion points. എന്നിട്ട് അതിനെ ഇൻവേർട്ട് ചെയ്തതിനു ശേഷം ആ പൊസിഷനിൽ തന്നെ ഇൻസേർട്ടും ചെയ്യുന്നു. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. Here in these 2 points break happens. So these segments 3, 4, 5 segments are then rotated, then inserted on the same position. Thereby the direction is changed into 1, 2, 5, 4, 3, 6. നോർമലി ഇത് 1, 2, 3, 4, 5, 6 എന്നാണ് കണ്ടത്. അതിന് ഇൻവേർട്ട് ചെയ്തു. ഈ 3, 4, 5 സെഗ്മെന്റിനെ ഇൻവേർട്ട് ചെയ്തു 5, 4, 3 ഡയറക്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നു. അതാണ് ഇൻവേർഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവേർഷൻ തന്നെ പല രൂപത്തിൽ സംഭവിക്കാം. One is the paracentric inversion.
paracentric inversion, and other one pericentric inversion. Let us examine what is paracentric inversion and pericentric inversion. Here you can see, as the name indicates, pericentric inversion means, here centric means centromere, something related with centromere. ക്രോമസോമിന്റെ സെൻട്രോമിയർ, നമുക്കറിയാം ക്രോമസോമിൽ സെൻട്രോമിയർ ഉണ്ട്. സെൻട്രോമിയറിന്റെ രണ്ട് ഭാഗത്തായിട്ട് ആംസും ഉണ്ട്, ക്രോമസോമിൽ ആംസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ആം വലിയ ആമായിരിക്കും, മറ്റേ ആം ചെറിയ ആമായിരിക്കും. വലിയ ആമിനെ നമ്മൾ ലോങ് ആം എന്ന് പറയും, മറ്റേ ഷോർട്ട് ആം എന്ന് പറയും. ഈ സെൻട്രോമിയർ ഇൻവേർഷനിൽ സെൻട്രോമിയർ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പെരിസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറയും. അതായത് ഈ ഇൻവേർഷൻ സംഭവിക്കുന്ന സെഗ്മെന്റിന്റെ ഇടയിൽ സെൻട്രോമിയർ വരുന്നുണ്ടെങ്കിൽ ആ സെൻട്രോമിയർ അടക്കമാണ് 180 ഡിഗ്രി റൊട്ടേഷൻ സംഭവിക്കുന്നതെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഇൻവേർഷൻ ഈസ് സെഡ് ടു ബി പെരിസെൻട്രിക് ഇൻവേർഷൻ. പെരിസെൻട്രിക് ഇൻവേർഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദി നോർമൽ ക്രോമസോം, ദാറ്റ് ഈസ് ABCD ഈ ഡയറക്ഷനിൽ. അവിടെ ബിയുടെയും സിയുടെയും ഇടയിൽ ഒരു ബ്രേക്ക് നടക്കുന്നു. അതുപോലെ സെൻട്രോമിയർ റീജിയന്റെയും ഇയുടെയും ഇടയിൽ ഒരു ബ്രേക്ക് സംഭവിക്കുന്നു. എന്നിട്ട് അതിനെ ഇൻവേർട്ട് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഇങ്ങനെ ആയിട്ട് മാറും. അപ്പോൾ ഇതേർബൈ ഇവിടെ ക്രോമസോമിന്റെ എൻ്റയർ സ്ട്രക്ചർ തന്നെ ചേഞ്ച് ആയിപ്പോയി. ഇവിടെ നേരത്തെ സെൻട്രോമിയർ ഇവിടെ ആയതുകൊണ്ട് ഈ സെഗ്മെന്റുള്ള റീജിയൻ ഷോർട്ട് ആമും, എന്നാൽ ABCD എന്നുള്ള ഭാഗം ലോങ് ആമുമായിരുന്നു. എന്നാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് സെൻട്രോമിയർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഭാഗം റൊട്ടേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്തപ്പോൾ ക്രോമസോമിന്റെ എൻ്റയർ സ്ട്രക്ചറിൽ തന്നെ ചേഞ്ച് ചെയ്ത് സെൻട്രോമിയർ ഓൾമോസ്റ്റ് സെൻട്രൽ വന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് പെരിസെൻട്രിക് ഇൻവേർഷന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ പാരാസെൻട്രിക് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ഇൻവേർഷൻ ഡസ് നോട്ട് ഇൻവോൾവ് ദ സെൻട്രോമിയർ. സെൻട്രോമിയർ ഇല്ലാത്ത ഭാഗത്താണ് ഇൻവേർഷൻ നടക്കുന്നത്. ഇവിടെ ABCDയിൽ എയുടെയും ബിയുടെ ഇടയിലും സിയുടെയും ഡിയുടെയും ഇടയിൽ ബ്രേക്ക് സംഭവിക്കുന്നു, 180 ഡിഗ്രി റൊട്ടേഷൻ സംഭവിക്കുന്നു. എന്നിട്ട് സെയിം പൊസിഷനിൽ തന്നെ അതിനെ ഇൻസേർട്ടും ചെയ്യുന്നു. Thereby, here the entire structure is not changed. The nature of the structure of the chromosome is not changed, but here these two segments, C, B segments are get inverted. Its direction is changed. This kind of inversion is said to be paracentric inversion. So I hope it is very clear to you. And this inversion, നമ്മൾ മറ്റുള്ളതിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ inversion may be heterozygous inversion or homozygous inversion. Heterozygous inversion, heterozygous deletion, heterozygous duplication പറഞ്ഞ പോലെ തന്നെ heterozygous inversion എന്ന് പറഞ്ഞാൽ ഒരു ഹോമോലോഗസ് പെയർ ഓഫ് ക്രോമസോമിൽ ഒരു മെമ്പറിൽ ഇൻവേർഷൻ സംഭവിക്കുന്നു, എന്നാൽ മറ്റതിൽ ഇൻവേർഷൻ സംഭവിക്കുന്നില്ല. എന്നാൽ ഹോമോസൈഗസ് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോലോഗസ് പെയറിലുള്ള രണ്ട് ക്രോമസോമിലും ഒരുപോലെ ഇൻവേർഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിന് ഹോമോസൈഗസ് ഇൻവേർഷൻ എന്ന് പറയും. ഇനി പാരാസെൻട്രിക് ഇൻവേർഷൻ ഈസ് ഓഫ് അഗെയിൻ ടു കൈൻഡ്സ്, namely intraradial or homobrachial inversion and interradial or heterobrachial inversion. നോക്കാം, ഓരോന്നും എന്താ നോക്കാം. ഇൻട്രാറേഡിയൽ ഇൻവേർഷൻ ആണ്. റേഡിയൽ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ ഹാൻഡ് അല്ലെങ്കിൽ ആമിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഹോമോബ്രാക്കിയൽ, അതും ആമിനെ റെപ്രസെന്റ് ചെയ്യാണ് ബ്രാക്കിയൽ എന്നുള്ള ടേം ഉപയോഗിക്കുന്നത്. ഇൻട്രാറേഡിയൽ എന്ന് പറഞ്ഞാൽ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഹിയർ ദർ ഈസ് എ സിംഗിൾ ഇൻവേർഷൻ ഇൻ വൺ ആം. ഒരു ആമിൽ മാത്രമാണ് ഇൻവേർഷൻ നടക്കുന്നത്. ഒരു ക്രോമസോമിന്റെ രണ്ട് ആം ഉണ്ടാവാം, മിക്കവാറും ക്രോമസോംസിന് രണ്ട് ആം ഉണ്ടാവും. അതിൽ ഒരു ആമിൽ മാത്രമാണ് ഇൻവേർഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ അതിന് ഇൻട്രാ റേഡിയൽ ഇൻവേർഷൻ എന്ന് പറയും. എന്നാൽ രണ്ട് ആമിലും ഇൻവേർഷൻ നടക്കുന്നെങ്കിൽ അതിന് ഇന്റർ റേഡിയൽ ഇൻവേർഷൻ എന്നും പറയും. ജസ്റ്റ് ആ ടേം ഒന്ന് ഓർത്ത് വെക്കുക, അത്രയും. Inversion may be single inversion or complex inversion.
ഒരു ക്രോമസോമിൽ ഒരു ഇൻവേർഷൻ ഒരു പൊസിഷനിൽ മാത്രമേ ഇൻവേർഷൻ നടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ സിംഗിൾ ഇൻവേർഷൻ എന്ന് പറയും. ഒന്നിലധികം പൊസിഷൻസിൽ ഇൻവേർഷൻ നടക്കുന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ഇൻവേർഷൻ എന്നും പറയും. സോ ഇറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. So that is about the inversion. Now the fourth type of chromosomal aberration is translocation. Translocation. It's very clear from the name itself. Translocation is the reorganization of chromosome through the transfer or change in position of chromosome segments without gain or loss of genes. ഇവിടെ നമുക്കറിയാം ട്രാൻസ്ലൊക്കേഷനിൽ there is no change in the there is no loss or gain of genes. ഒരു ജീനിന്റെ എണ്ണം കൂടെ കുറേ ഒന്നും ചെയ്യുന്നില്ല. But only change in the position of chromosomal segments is happening during translocation. This translocation, അതായത് ഒരു സ്ഥലത്തിൽ നിന്നും ഒരു പൊസിഷനിൽ നിന്നും ക്രോമസോം സെഗ്മെന്റിനെ എടുത്തിട്ട് മറ്റൊരു പൊസിഷനിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നു. ഇതാണ് ട്രാൻസ്ലൊക്കേഷൻ. Translocation can be intrachromosomal or interchromosomal. It may be, that means a part of the chromosome may be translocated from one position of a chromosome to another position of the same chromosome. ഒരേ ക്രോമസോമിൽ തന്നെയാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത് എങ്കിൽ ഒരു ക്രോമസോമിന്റെ ഒരു പൊസിഷനിൽ നിന്നും ഒരു സെഗ്മെന്റ് എടുത്ത് അതേ ക്രോമസോമിന്റെ മറ്റൊരു പൊസിഷനിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻട്രാ ക്രോമസോമൽ എന്ന് പറയും. എന്നാൽ രണ്ട് ക്രോമസോം തമ്മിലാണ് ഈ ചേഞ്ച് നടക്കുന്നത്, ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ഒരു ക്രോമസോമിൽ നിന്ന് ഒരു സെഗ്മെന്റിനെ കട്ട് ചെയ്തു മറ്റൊരു ക്രോമസോമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. Intrachromosomal translocation is generally called chromosomal shift. കാരണം ക്രോമസോമൽ ഷിഫ്റ്റ് എന്ന് പറയാൻ കാരണം ഒരു ക്രോമസോമിൽ തന്നെയാണ് ഈ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നത്. ഒരു ക്രോമസോമിൽ ഉള്ള ഒരു സെഗ്മെന്റിനടുത്ത് അതേ ക്രോമസോമിൽ തന്നെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ക്രോമസോമൽ ഷിഫ്റ്റ് എന്ന് പറയും. Then the translocation from one arm to other is called extraradial translocation. ഒരു ക്രോമസോം, അതായത് ഇൻട്രാ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ തന്നെ രണ്ട് തരത്തിൽ നടക്കാം. വൺ ഈസ് കോൾഡ് എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് ഇൻട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ. അതായത് ഒരു ക്രോമസോമിൽ തന്നെ ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുമ്പോൾ ഒരു ക്രോമസോമിന്റെ ഒരു ആമിൽ നിന്നും ഒരു സെഗ്മെന്റ് എടുത്ത് അതേ ക്രോമസോമിന്റെ മറ്റൊരു ആമിലാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ട്രാൻസ്ലൊക്കേഷൻ ഫ്രം വൺ ആം ടു അതർ ആം ഓഫ് ദി സെയിം ക്രോമസോം ഈസ് സെഡ് ടു ബി എക്സ്ട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ. Then if the translocation takes place within the same arm of the same chromosome, then it is called intraradial translocation. അതായത് ട്രാൻസ്ലൊക്കേഷൻ ഹാപ്പൻ ഫ്രം വൺ ലൊക്കേഷൻ ടു അതർ ഇൻ ദ സെയിം ആം ഓഫ് ദി സെയിം ക്രോമസോം, ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രാറേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ. ദെൻ ഇന്റർക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ. ഇന്റർക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് വ്യത്യസ്ത ക്രോമസോംസ് തമ്മിലാണ് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതെങ്കിൽ ഇന്റർക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇത് തന്നെ രണ്ട് തരത്തിൽ നടക്കാം. വൺ ഈസ് കോൾഡ് ട്രാൻസ്പോസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇന്റർക്രോമസോമലും ഇൻട്രാക്രോമസോമലും ട്രാൻസ്ലൊക്കേഷനും. ഇന്റർക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ആണെങ്കിൽ ഒരു ക്രോമസോമിൽ നിന്നും ഇവിടെ BC എന്ന് പറയുന്ന സെഗ്മെന്റ്സിനെ അവിടുന്ന് ബ്രേക്ക് ചെയ്തു മറ്റൊരു ക്രോമസോമിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തു. ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്രോമസോമാണ്. അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇന്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇവിടെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷനിൽ ഒരു ക്രോമസോമിൽ നിന്നും BC എന്ന് പറയുന്ന സെഗ്മെന്റിനെ കട്ട് ചെയ്തു അതേ ക്രോമസോമിലെ മറ്റൊരു റീജിയനിലേക്ക് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻട്രാക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും.
അപ്പോൾ ഇത് തന്നെ ഡിഫറെന്റ് ആമിലേക്കാണ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഇന്റർ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇനി ഇത് സെയിം ആമിൽ തന്നെയാണ്, ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് ഇതേ ആമിൽ തന്നെയാണ് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇതേ ആമിൽ തന്നെയാണ് പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻട്രാ റേഡിയൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇനി ഇന്റർ ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ തന്നെ രണ്ട് വിധത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ട്രാൻസ്പൊസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും, അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് ഓർ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ. ട്രാൻസ്പൊസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൺ വേ ട്രാൻസ്ഫർ ഓഫ് ക്രോമസോം സെഗ്മെന്റ് ഫ്രം വൺ പോർഷൻ ടു അനദർ ഇൻ ദ സെയിം ക്രോമസോം. Translocation is of two types: transpositional translocation and reciprocal translocation. ട്രാൻസ്പൊസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. ട്രാൻസ്പൊസിഷണൽ, ഇവിടെ പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്യുന്നു, ഒരു ക്രോമസോമൽ സെഗ്മെന്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ വൺ വേ ട്രാൻസ്ഫർ ഓഫ് ക്രോമസോം സെഗ്മെന്റ് ഫ്രം വൺ പോർഷൻ ടു അനദർ ഇൻ ദ സെയിം ക്രോമസോം. അതേ ക്രോമസോമിൽ തന്നെ ഉള്ള മറ്റൊരു റീജിയനിലേക്ക് ട്രാൻസ്ലൊക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെ ട്രാൻസ്പൊസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. എന്നാൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ ഈസ് ദ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ് ബിറ്റ്വീൻ ടു ക്രോമസോംസ്. രണ്ട് ക്രോമസോംസ് തമ്മിൽ സെഗ്മെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതായത് ഇവിടെ രണ്ട് ട്രാൻസ്പൊസിഷണൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നുണ്ട്. ആക്ച്വലി രണ്ട് ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നു. അതായത് ഒരു എ എന്ന് പറയുന്ന ക്രോമസോമിൽ നിന്ന് ബി എന്ന ക്രോമസോമിലേക്ക് ഒരു സെഗ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ബി എന്ന ക്രോമസോമിൽ നിന്ന് എ എന്ന ക്രോമസോമിലേക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ ടു ക്രോമസോം occurs during reciprocal translocation. അതുതന്നെ മ്യൂച്വൽ എക്സ്ചേഞ്ച് സംഭവിക്കുന്നത് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണെങ്കിൽ അതിനെ ഫ്രക്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഇനി അതല്ല നോൺ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ഈ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയും. അപ്പോൾ ആകെ കൺഫ്യൂഷൻ ആവണ്ട, വളരെ ഈ പേരിൽ നിന്ന് തന്നെ ഇതിൻ്റെ എല്ലാം മീനിങ് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ രണ്ട് വിധത്തിൽ. റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് സെഗ്മെന്റ്സ് ബിറ്റ്വീൻ ക്രോമസോംസ് ആണ്. അപ്പോൾ എങ്ങനെയായാലും അവിടെ മ്യൂച്വൽ എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ രണ്ട് ക്രോമസോംസ് ഇൻവോൾവ് ആയിരിക്കും. ഈ രണ്ട് ക്രോമസോംസ് ഒന്നുകിൽ ഹോമോലോഗസ് പെയറിലുള്ള ക്രോമസോം ആവാം, അല്ലെങ്കിൽ നോൺ ഹോമോലോഗസ് ക്രോമസോംസ് ആവാം. അപ്പോൾ നോൺ ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ് ഈ മ്യൂച്വൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയും. ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണെങ്കിൽ അതിനെ ഫ്രക്റ്റേണൽ ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയും. So this is all about the structural changes or structural aberrations in the chromosomes. So today we discussed about the chromosomal mutations. Chromosomal mutations are of two types: the structural changes, that means, or structural aberrations, and also diploidy changes or numerical changes, the change in the number of chromosome. So today we discussed in detail about the structural changes or structural aberrations. Mainly the structural aberrations occur by four types of changes, that is deletion or deficiency, then duplication, then inversion, as well as translocation. I hope all of you understood this topic very well. So thank you for listening.